നയാരേനെ കാണണ്ടേ? കാണാം അല്ലേ? കാണാം. ഞാൻ എടുക്കണം, നീ എടുക്കണം. പാവം പേരിതാരെ കണ്ടുപിടിച്ച് നയാരാന്നുള്ള പപ്പ. അത് ഭയങ്കര എളുപ്പമാണ്. ഇതിൽ പോകുമ്പോ പെട്രോൾ പമ്പിന് ഒരു പേരുണ്ട്. കമന്റ്സ് വരുന്നത് ജെനിലിയല്ലേ, ആക്ട്രസ് ജെനിലിയുടെ കെട്ടണമെന്നൊക്കെ. ശരിക്കും എന്നെ പോലെ തന്നെ ഉണ്ട്. ഈ മാല ഈ ഡ്രസ് എനിക്ക് കിട്ടാൻ മതി, ഞാൻ അതുപോലെ ആവും. നല്ല തെറി കേട്ടോള്. എന്റെ കാല് റെഡിയാക്കി തന്ന ആളാ. ഒരു ഫിസിയോ പ്രണയം. ഞാനൊന്നല്ല ഫുള്ള് ചെയ്ത്, വേറെ ആൾക്കാരൊക്കെ ചെയ്ത്. ശരി, പക്ഷെ എനിക്ക് ഇഷ്ടമുള്ളവട് മാത്രം. ബാക്കി ആണുങ്ങളാ ചെയ്തേ. പിന്നെ നമുക്ക് കാലൊടിഞ്ഞതുകൊണ്ട് കാലൊടിഞ്ഞതിനെ കൊണ്ട് കല്യാണം കഴിഞ്ഞു. അല്ലെങ്കിൽ കോഴിക്കോടൊക്കെയാണ് ഇമ്മ അവിടെ ഉമ്മ പെണ്ണിനെ ഇങ്ങനെ തപ്പി നടക്കല്ലേ, വീട്ടിൽ കേറിയിട്ട് ഫസികാക്കല്ലേ അടി കൊടുക്കാതെ. ചലഞ്ചാണ്. ഞാൻ കുറച്ച് ഭയങ്കര റെഡിയാണ് ആള്. ഞാൻ പറയാം എക്സ്പ്രഷൻ, അത് കാണിക്കണം. ഓക്കെ, ശൃംഗാരം, ഹാസ്യം. ഇവ തന്നെ കണ്ടുപിടിച്ച 3 ഭാവങ്ങൾ പേരിടണം. ഞാൻ പണ്ട് സ്കൂളിലൊക്കെ ഇട്ടിട്ട് കുട്ടികളൊക്കെ ഭയങ്കര ചിരിയാണ്. പിന്നെ ബസ്സിക്കാർക്ക് അതൊന്നും നോക്കാത്തോണ്ടാ ഞാൻ കാണിച്ചു തരാത്ത. ഇത് കണ്ടിട്ട് കുട്ടികൾ ചിരിച്ചപ്പോൾ എക്സ്പ്രഷൻ കണ്ടിട്ട് ഞാൻ അങ്ങനെ വലത് കാണിക്കും. ഓർക്ക് ഇതൊക്കെ ഭയങ്കര അത്ഭുതമായിരുന്നു. കാണാതെ നെഞ്ച് കാത്താടി പോനാരുത്, ഒഴുതാക പോച്ച് വിളക്കേകിയാച്ച് പൊന്മാനെ ഒന്ന് തേടുത്. ഹായ്, ഹലോ, എല്ലാവർക്കും വെറൈറ്റി മീഡിയയുടെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഇസ് അവർ ഷോ മസ്തി വിത്ത് മസ്താനി. സോ ഇന്നത്തെ നമ്മുടെ ഗസ്റ്റുകൾ നമ്മൾ കുറേ നാളായിട്ട് ഇങ്ങനെ തേടി അവര് ഇന്ന് സെറ്റാക്കാം നാളെ സെറ്റാക്കാന്ന് പറഞ്ഞു. ഫൈനലി ഞങ്ങളുടെ കയ്യിൽ ഞങ്ങൾ അവരെ കയ്യോട് വീട്ടിൽ വന്ന് പൊക്കിയിട്ടുണ്ട്. ഓവർ എക്സ്പെക്ടേഷൻ കൊടുത്ത് ഇൻസ്റ്റഗ്രാമിന് ട്രെൻഡിങ് ആണ്, യൂട്യൂബേഴ്സ് ആണ്, അങ്ങനെ ഒന്നും പറയണ്ട. സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര അടിപൊളി കപ്പിൾസ് ആയിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഹിബ ആൻഡ് ഫസിയാണ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ളത്. അക്കൗണ്ട് നമ്പർ വാങ്ങിക്കോ, കുറച്ച് പൈസ വലിയ ഉപകാരം. ഞാനിവിടെ വന്നപ്പം എനിക്ക് തോന്നുന്നു നമ്മളിപ്പോ വീഡിയോസിലൊക്കെ കാണുന്ന അതേ ഒരു വൈബ് തന്നെയല്ലേ ശരിക്കും ഹിബ? അതിലും വയലന്റ് ആണോ? പക്ഷെ ഭയങ്കര ക്യൂട്ടായിട്ട് ഇങ്ങനെ പൈസ എടുക്കണം. ഞാൻ പോകുമ്പോ ബില്ല് തരാം, അത് വെയിറ്റ് ചെയ്താൽ മതി. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു? സുഖം. ഇപ്പൊ എനിക്ക് തോന്നുന്നു പേരൻസ് ആയിട്ട് അല്ലേ? ഞാനൊരു ഇന്റർവ്യൂല് കേട്ടായിരുന്നു നോവാന്നൊക്കെ പേരിടാനായിരുന്നു തീരുമാനം. അതായിരുന്നു തീരുമാനം. പക്ഷെ എന്താ ചെയ്യാനാ, പേര് ഇടാൻ പറ്റില്ല. അതെന്താ? അത് കൊറേ അങ്ങോട്ട് തീരുമാനിച്ച് ഇങ്ങനെ തീരുമാനിച്ച് പിന്നെ എന്തോ സെമിറ്റിക് നെയിം ആണ് തോന്നുന്നു. അപ്പം നമുക്ക് അങ്ങനല്ല. എങ്ങനെയുണ്ട്? നമുക്ക് ആദ്യം നയാരയുടെ വിശേഷങ്ങളിൽ തുടങ്ങാം. എങ്ങനെയുണ്ട് നയാര വന്നതിന് ശേഷം? അടിപൊളിയാ. എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ ഹിബക്കോ? അല്ലെങ്കിൽ കുറച്ചുകൂടി കുട്ടികളി കൂടിയോ? ഹിബക്ക് കുറച്ച് കുട്ടികളി കൊടുത്തലാ. പിന്നെ ഞാനെല്ലാം കൺട്രോൾ ചെയ്തിട്ട് നൈസായിട്ട്. അല്ല, എനിക്ക് മാറി. ഞാൻ നല്ലൊരു മദർ ആവാൻ ട്രൈ ചെയ്യാണ്. പക്ഷെ വാശിക്കാരൻ പണ്ടത്തെ പോലെ തന്നെ അതിലും വശമായിക്കൊണ്ടിരിക്കുകയാണ്. ഒക്കെ അതുപോലെ തന്നെ. ആദ്യം പാരന്റ് ആയപ്പോ ഭയങ്കര കുട്ടി ഞാൻ എടുക്കാം, വേറെ ആർക്കും കൊടുക്കൂല. കുറഞ്ഞു ഒന്നും പേടിക്കണ്ട, കുട്ടിയെ മതി, ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം. പിന്നെ മറ്റേതാ പനി. 7 മാസമായല്ലേ വന്നിട്ട്? അപ്പം എങ്ങനെയാണ് ഒരു പെട്ടെന്ന് ഇപ്പൊ ഒരു മദർ പുതിയൊരാളെ ലൈഫിലേക്ക് വരുമ്പോ ആ ഒരു ഇതായിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ആയി സെറ്റായി വന്നോ? ഇപ്പം ഉറക്കമാണെങ്കിലും
ബാക്കി എല്ലാ കാര്യങ്ങളും എല്ലാം ചേഞ്ച് ആവുമല്ലോ. അത് നിങ്ങൾ ചോദിക്കരുത്. അവർക്ക് ഇപ്പൊ ഇങ്ങനെ പഠിച്ചോണ്ടിരിക്കാണ്. നമ്മള് ഒരു ഫുൾ ടൈം ഉറങ്ങിയിട്ട് 7 മാസമായി ഞാന്. അപ്പൊ അങ്ങനെയല്ല, ഭക്ഷണം ഞാൻ കൂട്ടുന്നില്ല. കുറച്ചേരം നോക്കും, പിന്നെ കടന്നുറങ്ങും. പിന്നെ ഇങ്ങനെ ഇടയ്ക്ക് കുട്ടി കരയുന്നുണ്ടോ, ഞാൻ വരുന്നോ, പിന്നെ കാണൂല, പിന്നെ ചുമ്മാ ചോദിക്കാലും വെറുതെ ഒന്ന് ഫോർമാലിറ്റിക്ക് ചോദിച്ചിട്ട് കുട്ടി പാലുടിക്കാനല്ലേ എണീക്കണേ, ഞാൻ എന്ത് ചെയ്യാനാ? അപ്പൊ ഇങ്ങനെ ഉറങ്ങി ഇങ്ങനെ പഠിച്ചിങ്ങനെ വരിക, കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇതിനിടയിൽ എങ്ങനെ നിങ്ങളുടെ വീഡിയോ എടുപ്പൊക്കെ നടക്കുന്നത്? അതിപ്പോ ലേശം കുറഞ്ഞിട്ടുണ്ട് അല്ലേ? അതൊക്കെ ഒരു കഥയാണ്. പറഞ്ഞു. അങ്ങനെയല്ല, നമുക്ക് പണ്ടത്തെ പോലെ നമ്മളൊരു വീഡിയോ എടുക്കാൻ വേണ്ടി ഒക്കെ സെറ്റ് ആക്കി വെക്കുമ്പോ കുട്ടിക്കാരൻ അവള് ഫീഡ് ചെയ്യണോ, അപ്പൊ അതിന്റെ ഇടയിൽ പിന്നെയും ടൈം ലേശം കൺസ്യൂമിങ് ആണ് അല്ലേ? കുറച്ചുകൂടി കൂടും, അത്രേ ഉള്ളൂ. പക്ഷെ കുഴപ്പമൊന്നുമില്ല. അപ്പൊ വീഡിയോ 1-2 ദിവസം കൂടുമ്പോ അങ്ങനെ ലാഗാവും, ചെറുതായിട്ട് ഇങ്ങനെ ലാഗായിട്ട് പോകും. പിന്നെ മടി വരുന്നു, നല്ല മടിയുണ്ടല്ലേ? കഴിയുമ്പോ കൂടെ ഉറങ്ങാൻ തോന്നുന്നു. അല്ല, എനിക്ക് രാത്രി ഉറങ്ങണം, അപ്പൊ ഓക്കും രാത്രി എണീച്ച് ഫീഡ് ചെയ്യണല്ലോ. അപ്പൊ അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. പക്ഷെ ഇപ്പം അഡാപ്റ്റ് ആയി. എങ്ങനെയാണ് ഒരു പെൺകുട്ടിയുടെ ഫാദർ ആയപ്പോ എന്തെങ്കിലും തോട്ട് പ്രോസസ് ഒക്കെ ചേഞ്ചസ് ഒക്കെ വന്നോ? കുറച്ച് സീരിയസ് ആവണമെന്ന് തോന്നുന്നുണ്ട്, അത്രേ ഉള്ളൂ. അല്ലല്ല, സീരിയസ് ഇപ്പൊ ഭയങ്കര സീരിയസ് കാര്യങ്ങളൊക്കെ. എങ്ങനെ സീരിയസ് ആയിട്ട്, എന്തിലൊക്കെ സീരിയസ് ആയിട്ട് മാറി? എങ്ങനെ ഇപ്പൊ പറയാ, അങ്ങനൊക്കെ ചോദിച്ചാ അല്ല, വെറുതെ ഇങ്ങനെ ഓരോന്ന് ചിന്തിക്കും, ഇങ്ങനെ ഇനി എന്താ ഇപ്പൊ നെക്സ്റ്റ് സ്റ്റെപ്പ്, അങ്ങനെ ഇങ്ങനെ ചിന്തിച്ചിങ്ങനെ നടക്കും. കുറച്ച് ചിന്ത കൂടി. പേര് ഇത് ആരാ കണ്ടുപിടിച്ച്? നയാറാന്നുള്ള പേര് ഞാനാ കണ്ടുപിടിച്ചത്. അത് ഭയങ്കര എളുപ്പമാണ്. ഇതില് പോകുമ്പോ പെട്രോൾ പമ്പിന് ഒരു പേരുണ്ട്, അപ്പൊ അതേപോലെ വേഗം കിട്ടി. ആൽഫബറ്റിൽ നടുക്കുള്ള അക്ഷരം തന്നെ വരണം. അപ്പൊ നമ്മള് ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കാൻ വിളിക്കുകയാണെങ്കിൽ ഫസ്റ്റും അല്ല ലാസ്റ്റും അല്ല, അതിന്റെ ഇടയ്ക്കുള്ള ഒരു സേഫ് സോൺ പേര് കണ്ടുപിടിച്ചത്. പക്ഷെ ഇതിപ്പോ മോള് വലുതായി ഇന്റർവ്യൂ എങ്ങനെ കണ്ടു, പമ്പിയില് കണ്ട പേര് കിട്ടുന്ന. പക്ഷെ വിളിക്കുന്ന യാരാനോ, യാര എന്നാലും നയാര. ഞങ്ങള് വിചാരിച്ചു നയാഗ്ര വാട്ടർഫാൾസ് എന്നൊക്കെ ഇൻസ്പയർ ആയിട്ടൊക്കെ പറയുന്നൊക്കെ കട്ട് ചെയ്ത് അങ്ങനെ പറയാ, അതാ കുറച്ചും കൂടി. ഓക്കെ, നമ്മളിപ്പോ ബേബിനെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചു. പക്ഷെ നമുക്ക് നയാരനെ കാണണ്ടേ? കാണാം അല്ലേ? ഞാൻ എടുക്കണം, ഇനി എടുക്കണം. ഹിബൻ എടുത്ത് പോരട്ടെ. അയ്യോടാ, ഉറങ്ങുന്നതാ കഷ്ടം. എണീപ്പിക്കുമ്പോ നോക്കാം. ഹായ് 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 ആരാ? ഹായ്, ഉറങ്ങുമായിരുന്നോ? ഉറങ്ങുമായിരുന്നോ? ഉറങ്ങുമായിരുന്നോ ഷിട്ടാമി? ഷിട്ടാമി ചിരിക്കുന്നുണ്ട് കേട്ടോ. കയ്യിലിങ്ങനെ വെച്ചോ, അങ്ങനെ ഉറങ്ങിക്കോളൂ. അവൾക്ക് വെളിച്ചൊന്നും പ്രശ്നമല്ല, വെളിച്ചത്തൊക്കെ നല്ലോണം ഉറങ്ങും. നല്ല കുട്ടി, എനിക്കൊരു പ്രശ്നമില്ല. എന്താ ചോദിക്കാ, കുട്ടി ഉറങ്ങിപ്പോയി. അല്ലെങ്കിൽ കുട്ടി ഉത്തരം പറയില്ലല്ലോ ചോദിച്ചിട്ട്. ശരിയാണല്ലോ. ഇവിടെ ചിരിക്കുന്നത് ആരായത്? എന്താ കാണിക്കണേ? ചിരിക്കാ ഇങ്ങനെ നോക്കി. ഹായ് പറ, ഹായ്. ഇങ്ങനെ കാണിച്ച് ടാറ്റയ്ക്ക് അറിയോ? നമ്മൾ ആദ്യം കണ്ടില്ലേ? ഇനി വാജിനെ കാണിച്ചു. ഇഷ്ടായില്ലേ? കുട്ടി എന്നെ കണ്ട് ചിരിക്കുന്ന. ഇപ്പൊ എനിക്ക് തോന്നുന്നു നേരൊക്കെ കുറെ ഫാൻസ് ആയിപ്പോ. ഇതെല്ലാം അറിയണല്ലോ, പെട്രോൾ പമ്പിന്റെ പേര് കിട്ടിയത് ആലോചിക്കുന്നത്. എനിക്ക് ഫാൻസ് ഒക്കെ എല്ലാം അറിയണ്ട. ആരാ ഇത്? ചിരിച്ചേ പറ. ഫാൻസ് ഒക്കെ എന്ന് പറയണ നയരക്ക് ഇങ്ങനെ എല്ലാവർക്കും നല്ല ഇഷ്ടാ. കുറച്ച് ആൾക്കാർക്കൊക്കെ നല്ല ഇഷ്ടാ, അത്യാവശ്യം ആൾക്കാർക്കൊക്കെ ഭയങ്കര ഇഷ്ടാ. എല്ലാവർക്കും ഇഷ്ടാ, എല്ലാവരുടെ ഫേവറേറ്റ് അല്ലേ? എപ്പോഴും ചിരിച്ചോണ്ടാ അധികം ഉണ്ടാവാ വീഡിയോയിലൊക്കെ അല്ലെ? ചിരിക്കും, എപ്പോഴും ചിരിക്കും. അപ്പൊ പറഞ്ഞോളൂ, അപ്പൊ ഇതിന് കരിഞ്ഞ് ഇല്ല പറയാ ചിരിക്കെന്ന് പറഞ്ഞോ.
ആരെ പോലെ കാണാൻ ഏറ്റവും കൂടുതൽ കമന്റ്സ് തന്നെ എനിക്ക് മനസ്സിലാവില്ല. ഹിബന്റെ പോലെ ഹിബ പറയുന്നത്. അല്ല ഞാൻ എന്റെ ഉമ്മന്റെ പോലാന്നാ പറഞ്ഞത്. അതുപോലെ എല്ലാരും പറയുന്നത്. അയ്യോ കിടക്കുമ്പോ ഫസി ഇരിക്കുമ്പോ ഹിബ അങ്ങനെ പറയണ്ട ആൾക്കാര്. ആ സൈഡ് നോക്കുമ്പോ രണ്ടാളും പഠിക്കിയിട്ടില്ല. ഏറ്റവും കൂടുതൽ എന്നാലും മറ്റുള്ളവർ പറയുന്ന ആരെ പോലെയായിരുന്നു? ഹിബൻ പോലെയാ? ആണോ? അങ്ങനെ എല്ലാരും പറയുന്നത്. വാപ്പയുടെ സ്വഭാവമാണോ ഉമ്മയുടെ സ്വഭാവമാണോ? അത് രൂപപ്പെട്ടിട്ടില്ലല്ലോ. ഏകദേശം ഒന്ന് പറഞ്ഞെടുത്തേ. ഒരു പോക്ക് കാണുമ്പോ നമുക്ക് മനസ്സിലാവല്ലോ ഇത് ഏകദേശം പപ്പനെ പോലെയാണ്. കാരണം എന്താ വെച്ചാല് ഫസ്റ്റ് ആൾക്കാരുടെ പോണൊന്നും ഇഷ്ടമല്ല. അങ്ങനല്ലേ വലിയ ക്രൗഡ് കല്യാണമൊക്കെ കല്യാണത്തിന് വിളിച്ചാലൊന്നും പോകുന്നില്ല. ഇവിടെ ആരെടയിലും കൊണ്ടായാലും കാര്യം. അതിന് മറിച്ച് ഇപ്പൊ ചെറിയ ക്രൗഡ് ആണെങ്കിൽ അവള് ഭയങ്കര ഹാപ്പി അല്ലേ? മമ്മ പറഞ്ഞ കറക്റ്റ് അല്ലേ? കുറ്റം പറഞ്ഞ മനസ്സിലായോ? ഇപ്പൊ എന്താ വിളിക്കണ? പപ്പാന്നാ വിളിക്ക? ആഗ്രഹം പപ്പ പപ്പ പപ്പ. എത്ര മാസം ഞാൻ ആദ്യം ഇപ്പാന്ന് വിളിപ്പിക്കാന്ന് നോക്കി, പക്ഷെ അത് തീരെ പെട്ടെന്ന് വിളിക്കൂല. അതിനെ കൂടെ പപ്പാന്നാക്കി. പപ്പാന്ന് വിളിച്ചോ? ഇടക്കിടക്ക് വിളിക്കാറുണ്ട്. എന്താണ് ഇവിടെ നടക്കണെന്നാ ഉദ്ദേശിക്കുന്നത്? മമ്മാന്ന് വിളിച്ചോ? അല്ല മമ്മാന്ന് പറയുമ്പോ പാപ്പ അറിയോ? പപ്പാന്നല്ലേ പറയണേ? എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു ആൾക്ക് കൂടുതലും എന്താ പറയാ ആ കമന്റ്സ് വരുന്നത് ജെനിലിയല്ലേ, ആക്ട്രസ് ജെനിലിയുടെ കെട്ടണമെന്നൊക്കെ പണ്ടൊക്കെ പറയുന്നു. ഇപ്പോഴും ഉണ്ട് ചെറുതായിട്ട്, പോയിട്ടില്ല. അല്ലേ ഫസിക ഇപ്പൊ ഒന്നും പറയലൊന്നുമില്ല. ഒന്ന് മുന്നിൽ മാറി തരുന്നതായിരിക്കും. ഒന്ന് കടന്നു പോകുന്നൊക്കെ അതന്നെ ഒന്നും പറയല്ല. ഞാൻ ഇപ്പൊ പറയാ ആ തെറ്റ് ഞാൻ മനസ്സിലാക്കി. നിന്നെ കാണാൻ ജനീലിന്റെ പോലെ തന്നെ ഉണ്ട്. അപ്പൊ താങ്കളാരാ? സൂര്യ. അയ്യോ സൂര്യന്റെ സൈഡില് ചിരി കാക്കാപ്പുള്ളി നോക്കിയാല് നമ്മള് ബേബി അവള് ഉറങ്ങുമായിരുന്നു സത്യം പറഞ്ഞ. പക്ഷെ ഉറങ്ങുമായിരുന്നോ? ഇനിപ്പോ ഉറങ്ങിക്കോട്ടാ, ചാച്ചിക്കോ, ഇങ്ങനെ ഉറങ്ങിക്കോ. അപ്പൊ നമ്മള് വിചാരിച്ചു അവളെ കൊണ്ട കിടത്ത പാവല്ലേ, ഉറക്കത്തിന്ന് വിളിച്ച് എണിപ്പിച്ചിട്ട് നമ്മളോട് ഇത്ര നേരം സഹകരിച്ചു. ഇനി മൂഡ് മാറുന്നതിന് മുന്നേ നമ്മൾക്ക് തിരിച്ച് റൂമിൽ കൊണ്ടാക്കാം അല്ലേ? ഇപ്പൊ ബേബി വന്നതിന് ശേഷം വരുന്നതിന് മുന്നേ ഉണ്ടായ എന്താണ് ഇപ്പൊ ഇല്ലാത്തത്? എന്തെങ്കിലും മിസ് ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ ഉറക്കം അല്ലേ? പിന്നെ വേറെന്താ? പിന്നെ ഒരു നമ്മളിങ്ങനെ പണ്ടത്തെ പോലെ ഇങ്ങനെ ഫുള്ള് പുറത്തേക്കൊന്നും പോകാൻ പറ്റുന്നില്ലല്ലോ. ഹോട്ടലിൽ ഇരിക്കാൻ കഴിയില്ല. ഹോട്ടലിൽ ഇരിക്കാൻ കഴിയില്ല. സിനിമക്ക് പോക്കില്ല. ഞാനും പോയിട്ടില്ലല്ലോ. ഞാൻ ഇപ്പൊ സിംഗിൾ ആയിട്ടാ സിനിമക്ക് പോക്ക്. അങ്ങനൊന്നുമില്ല. നിങ്ങളെ ഇവള് വരില്ലല്ലോ. അപ്പൊ ഉറക്കം പുറത്തു പോക്കൊക്കെയാണ് മിസ്സായത്. ഓക്കെ. പക്ഷെ കൺവിൻസിംഗ് എന്ന് പറയുമ്പോ ഇപ്പൊ നിങ്ങളുടെ ഒരു ലേറ്റസ്റ്റ് വീഡിയോ ഉണ്ട്, ഞാൻ അതൊന്നും കൺവിൻസിംഗ് സ്റ്റാർ വീഡിയോ അങ്ങനൊന്നുമില്ലേ, നമ്മൾ പരസ്പരം അറിയാം. അപ്പോഴല്ലേ നമുക്ക് കല്യാണം കഴിഞ്ഞാലും നമുക്ക് നല്ലപോലെ ഒരു പരസ്പര ബന്ധത്തോടൊക്കെ ജീവിക്കാൻ പറ്റും. മനസ്സിലായോ? നമ്മൾ തമ്മിലൊരു ബോണ്ടിങ് ഉണ്ടാവും. അത് കട്ടായിരുന്നു. അടുത്ത മാസം തന്നെ നോക്കാം. I want to marry you. I want to make you my wife. You know, woman? അയ്യോ ഇതൊക്കെ ഇവിടത്തെ ആരുടെ സംഭാവനയാണ്? എവിടെ ഇങ്ങനത്തെ ഒരു ഐഡിയാസ് കിട്ടുന്നത്? ഞാനത് ഇങ്ങനെ കൺവിൻസ് സ്റ്റാർ എന്നുള്ളത് ബാത്റൂമിൽ ഇരിക്കുമ്പോ
ബാത്റൂമിൽ നിന്ന് ഐഡിയാസ് നല്ല ഐഡിയ വരും. അപ്പൊ ഇവിടെ ആരും ഉണ്ടാവില്ലല്ലോ, ഒറ്റക്കല്ലേ ഉണ്ടാവുള്ളൂ. ശല്യം ഉണ്ടാവില്ല. ഒന്നുമില്ല, നല്ല ഐഡിയ വരും. കാര്യമായിട്ട് ഇറങ്ങി വരുമ്പോ ഹിബ ഒരു ബുക്ക് തന്നെ എടുക്ക്, പുതിയ ഐഡിയ കിട്ടി. അപ്പൊ നമ്മൾ എഴുതി അങ്ങനെ എഴുതി വെക്കും. ഞാൻ പിന്നെ ഫോണിലൊക്കെ നോട്ട്സിലൊക്കെ എഴുതി വെക്കും. അതിന് എഴുതി വെക്കുന്ന എല്ലാം നിങ്ങൾ കോണ്ടന്റ് ആക്കിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇനി എന്തെങ്കിലുമൊക്കെ കൊറേ ഉണ്ടല്ലേ പെൻഡിങ്ങില്? കൊറേ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഹിബയുടെ മണ്ടത്തരങ്ങൾ കാണാൻ ഈ ഒരു ക്യൂട്ട് ജനീലിയ മണ്ടത്തരങ്ങൾ എന്ന് പറഞ്ഞാല് ജനീലിയ മണ്ടത്തരങ്ങൾ പോലത്തെ ക്യൂട്ട് മണ്ടത്തരങ്ങൾ കാണാനൊക്കെയാണ് ഫാൻസ് കൂടുതൽ. കുശുമ്പ് വന്നാറുണ്ടോ? ഞാൻ ഒരുപാട് പഠിച്ചവനോട് പറയും, എനിക്ക് ഇത്ര മണ്ടത്തരം കിട്ടിയില്ലല്ലോ, ഇതൊക്കെ എന്തിനാ ഇത്ര മണ്ടത്തരം കൊടുത്ത് എന്നൊക്കെ അങ്ങനെയൊക്കെ തോന്നാറുണ്ട്. കുറച്ച് എനിക്കും കൂടെ താമക്കെ. ഹിബക്ക് എന്താ പറയാനാണ്? കാരണം ഇത്ര ഫാൻസ് ക്യൂട്ട്നെസ് കാണാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് കളിയാക്കിയാല് കാര്യായിട്ടാ. കൊഴപ്പൊന്നുമില്ല, ഇത്രയൊക്കെ മതി, ഇത്ര മണ്ടത്തരം മതിയില്ലേ? ഓക്കെ, ഞാൻ ചെറിയൊരു ടാസ്ക് തരാം. ഞാൻ ഒരു പിക്ചർ കാണിച്ചു തരാം. അതും ഫസീടെ വെച്ചിട്ട് എന്തൊക്കെ സാമ്യങ്ങൾ ഉണ്ടെന്ന് പറയണം. ഞാനാ പറയേണ്ടത്? ഞാൻ എന്താ ഹിബനെ കാണാൻ എങ്ങനെ ഉണ്ടെന്നാ? ശരി, എന്നെ പോലെ തന്നെ ഉണ്ട്. ഇത് വെച്ചിട്ട് സെറ്റ് ആക്കിയതാ? അല്ല, ഒറിജിനൽ ശരിക്കും എന്നെ പോലെ തന്നെ ഉണ്ട്. ഈ മാല ഈ ഡ്രസ് എനിക്ക് കിട്ടാൻ മതി, ഞാൻ അതുപോലെ ആവും. ആ കളർ തന്നെയാണ് ഇവളുടെ കോട്ടിന്റെ കളർ, എന്റെ തട്ടം. അതെ, എന്തൊരു കോയിൻസിഡൻസ്. അതാ കണ്ടില്ലേ, കണ്ണൊക്കെ ഉണ്ട്. ശരിക്കും അതുപോലെ തന്നെ ഉണ്ട്. ശരിയാ, ഏകദേശം അതുപോലെ തന്നെ ഉണ്ട്. മൂക്കൊന്ന് ഇതുപോലെ ഒന്ന് എന്തെങ്കിലും ഷാർപ്പ് ചെയ്യാൻ എന്തെങ്കിലും ചെയ്യാൻ മതി. അത് ഇല്ല, അത് നമുക്ക് മറ്റേ സർജറി, പ്ലാസ്റ്റിക് അയ്യോ നല്ല തെറി കേട്ടോളൂ. പേടിക്കണ്ട, എന്തായാലും തെറി ഉറപ്പാണ്. നമ്മളിപ്പം ജനലിയുടെ ഫോട്ടോ വെച്ച് കമ്പയർ ചെയ്തു. അപ്പൊ സ്വാഭാവികമായിട്ടും ഫസിക്ക് ഉള്ളിൽ എനിക്ക് മനസ്സിലാവും, ഫസിയുടെ ഉള്ളിൽ കരയാണ്, എന്താ എന്നെ കമ്പയർ ചെയ്യാൻ തരാത്തേ കമ്പയർ ചെയ്യൂ. ഉലകിലാരോടും ഓ, നമ്മളിപ്പോ കാക്കയിലെ കൊണ്ടുവന്നായിരിക്കും. പല്ലിന്റെ മോനെ കറക്റ്റ് ആ മഞ്ഞ കളർ പല്ല് പുരിക നോക്ക്. ഫസ്റ്റ് ഇവിടെ ഇങ്ങനെ ആയിട്ട് ആ കൂട്ടുപിരിക ഓനില്ല. ഹെയർ സ്റ്റൈൽ അല്ലേ ഇങ്ങനെ? ഇത്ര ഹെയർ അന്നത്തെ പണ്ടത്തെ ഫസ്കാക്കെ ആണെങ്കിൽ ഇത്ര ഹെയർ ഉണ്ട്. ഇതാണ് ഉദ്ദേശിച്ചത്. മഴ ഇത് പിന്നെയും ഫസ്കാക്കാന്റെ അത് മീശ ഇവിടെ തടി അടിച്ചു തരാം മേലെ പോയിട്ട് ആണ്ടല്ലേ. അത് പിന്നെ പക്ഷേ നല്ലല്ലേ ഇങ്ങനെ ആൾക്കാർ പോലെ ഉണ്ടെന്നൊക്കെ പറയുമ്പോ. ഹിബക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനെയൊക്കെ വെക്കുന്നത്. ഞാൻ പിന്നെ പലതും ഹിബന് അത് മാത്രമൊന്നുമല്ല, പിന്നെ തബ്സീന്റെ പോലെ ഉണ്ട് കുറച്ച്. പണ്ട് തബ്സീന്റെ പോലെ ഉണ്ട്, തബ്സി പന്നു പന്നൂന്നല്ല, അതിന്റെ ലാസ്റ്റുള്ള മാറ്റം. എന്നോട് പറയുന്നത് തബ്സീനെ പോലെ കാണാന്. ഇപ്പൊ തബ്സീനെ കാണാൻ ഇഷ്ടം, ജനീലിനെ ഭയങ്കര ഇഷ്ടം പോലെയാണെന്നൊക്കെ പറഞ്ഞിട്ടേ അത് മനസ്സിൽ കൊണ്ടിട്ട് ഇഷ്ടല്ല. ഈ ബിഫോർ എന്താ റിയൽ ബിഫോർ മാരേജാ? എന്താ റിയൽ വേഴ്സസ് എക്സ്പെക്ടേഷൻ വേഴ്സസ് റിയാലിറ്റി ഇല്ലേ, അത് ബിഫോർ ആൻഡ് ആഫ്റ്റർ മാരേജ് എന്തെങ്കിലും ചേഞ്ചസ് ഫീൽ ചെയ്യുന്നു? അതുപോലെയാണെന്നൊക്കെ പറഞ്ഞു. ഇപ്പം ഒന്ന് മാറി നിൽക്കാൻ കേട്ട് അങ്ങനെയൊക്കെ തന്നെ ആ റീല് കാണുന്ന അതുപോലെ തന്നെ തോന്നുന്നു. സ്നേഹമില്ല. ഏത് റീല? കൺമിസി സ്റ്റാറോ? തിരിച്ചെന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? തിരിച്ചില്ലല്ല, കറക്റ്റ് അപ്പോഴും ഇപ്പോഴും. പക്ഷെ അന്ന് ഇവള് കുറച്ചും കൂടി ഇവൾക്ക് ഇടക്കൊരു അങ്ങനെ ഒരു ഒന്നും മിണ്ടാതെ ഇരിക്കും. ഇവളെ സൈലൻസ് ഭയങ്കര സീനാ. ഇവളെന്തേലും ഒച്ച വിളി ഉണ്ടാക്കിയാൽ നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. ഇവളെ ഇവള് ഇങ്ങനെ ഒരു ഇരുത്തുണ്ട്. അപ്പൊ എന്തിനാ ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് വിചാരിക്കും. അതൊന്നും പണ്ടില്ലായിരുന്നു, അതൊക്കെ ഇപ്പഴാ തുടങ്ങി. മുഖം പാടുന്ന കാണുന്നത് ഇഷ്ടമേ അല്ല. വെറുതെ നല്ല മൂഡായിട്ട് നല്ല അടിപൊളിയായിട്ട് നമ്മള് കുറച്ച് മൂഡ് മാറും അങ്ങനെ ഇരുത്താ. ഞാൻ എന്താ ഇപ്പൊ പ്രശ്നം?
അങ്ങനെ സംഭവമാണ്. ഇപ്പം പക്ഷെ രസമല്ലേ ഇങ്ങനെയൊക്കെ. പക്ഷെ എല്ലാരും വിചാരിക്കും ഇപ്പം ഭയങ്കര കോമഡി ഒക്കെ കാണിക്കുന്ന റീൽസിലൊക്കെ ഭയങ്കര കോമഡി ഫണ്ണായിട്ടുള്ള ഹിബ. ഈ ദേഷ്യം വരാറുണ്ടോ ഹിബയ്ക്ക്? ആ ദേഷ്യം വരാറുണ്ട്, രണ്ടാൾക്കും വരാറുണ്ട്. ഹിബന്റെ ദേഷ്യം പക്ഷെ പെട്ടെന്ന് മാറും ഇട്ടത്. അതിനെ കൊണ്ട് ഞാൻ പറയാം ഒക്കെ പുറത്തേക്ക് ടപ്പടപ്പന്ന് വേഗം തീരും. ഒരു 5-10 മിനിറ്റില് എല്ലാ പരിപാടികളും. ഞാൻ ജോളിനെ പോലെ ആവണോ മനസ്സിൽ പക വെച്ചിട്ട് ഇവിടെ NIT ഇവിടെ എടുത്ത ജോളിന്റെ വീട്. ജോളിന്ന് അറിയില്ല? ഇപ്പം എനിക്കൊന്ന് നിങ്ങളുടെ വീഡിയോസിൽ ഇപ്പം ഉമ്മ വരാറുണ്ട്, ബ്രദർ അല്ലേ, ബ്രദർ വരാറുണ്ട്. അപ്പം ഇപ്പൊ പുള്ളിക്കാരനെ ഒന്നും കാണാറില്ല. വലിയ കുട്ടിയായില്ലേ? ഓന് +2 കഴിഞ്ഞ് ഇപ്പം എൻട്രൻസിന് കോച്ച് ചെയ്യും. ബംഗു ഓന് എൻട്രൻസ് കോച്ചിങ്ങില്ല, അതിനെ കൊണ്ടാ വരാത്ത. ബംഗു ഫാൻസിനൊക്കെ ഇപ്പൊ ഭയങ്കര വിഷമായിരിക്കില്ലേ? എനിക്ക് ഓനെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഓൻ വരുന്ന സമയത്ത് ഓൻ ഭയങ്കര ചെറുതായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഓനെല്ലാരും ഓന്റെ ക്യാരക്ടർ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടും. കാരണം ഓവർ അങ്ങനെ സംസാരിക്കുന്നില്ല, ആവശ്യത്തിന് വേണ്ടി മാത്രമേ പറയണൊക്കെ അങ്ങനത്തെ കിടിലൻ സാധനങ്ങൾ മാത്രമേ പറയുള്ളൂ. അല്ലല്ല ഒരു സ്ക്രിപ്റ്റിംഗും ഇല്ല വീഡിയോയില്. പണ്ട് ഫുള്ള് സ്പോട്ടില്ല, കറക്റ്റ് ഇങ്ങനെ വരും, ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ വന്നോണ്ട്. സ്റ്റഡീസ് ഒക്കെ കാരണം കുറച്ച് വലുതായപ്പോ കുറച്ച് നാണക്കാരനെ. അതെ, റിപ്പീറ്റ് ആയതുകൊണ്ടാ. അല്ലേ ഫ്രണ്ട്സ് ഒക്കെ എന്തൊക്കെയോ പറയലുണ്ട്. അതാ എന്താ ഓൻ തന്നെ പറഞ്ഞു, ഓൻ ചീത്ത അറിയാൻ പറഞ്ഞ ഒന്നും പറയലില്ല. ഇപ്പം എന്താണെങ്കിലും നിങ്ങൾ കപ്പിൾസ് ആണെന്ന് അറിയാം എല്ലാവർക്കും, സോഷ്യൽ മീഡിയയിലെ ഫാൻസ് ഒക്കെ ഉണ്ട്. എന്നാലും ഏതെങ്കിലും കോഴിത്തരങ്ങളൊക്കെ പൊക്കിയിട്ടുണ്ടോ? ഫസ്റ്റ് മെസ്സേജസോ ഫാൻസ് ഗേൾസ് ഫാൻസ് ഒക്കെ എന്ത് പുച്ഛത്തോടെ പറയണേ? ഇല്ല, അങ്ങനെ ആരും അയക്കല്ലേ. ഭാസ്കർ കയ്യിൽ സങ്കടമുണ്ട്. എനിക്ക് സങ്കടമൊന്നുമില്ല, എനിക്കും സങ്കടമില്ല. അല്ലേ പറയാത്തതില് അങ്ങനെയാണെങ്കിൽ പിന്നെ നല്ല വിഷമമുണ്ടല്ലേ? ഭയങ്കര വിഷമം, ഭയങ്കര വിഷമമാണ്. നിങ്ങളൊന്നും മെസ്സേജ് അയക്കാത്തെ? പോലെ ഫസിങ്ങൾ ആദ്യം ഫസിക്കാക്കാന്ന് വിളിച്ചിട്ട് അങ്ങോട്ട് എന്താക്കി ഇന്നൊരു ഇക്കാക്കനാക്കി മാറ്റി. ഇപ്പൊ 40 വയസ്സുള്ള പെണ്ണുങ്ങൾക്ക് ഞാനൊരു ഇക്കാക്കാണ്, അതാണ് പ്രശ്നം. തിരിച്ച് ഇങ്ങോട്ട് വല്ലതും വരാറുണ്ടോ? ഇവക്ക് ഇല്ല, ഇവളൊരു പെങ്ങളാ, ജനീലി അല്ലേ, സിസ്റ്റർ ആയിട്ട് എല്ലാരും കാണാം. നമ്മള് തങ്കച്ചി പാസ് ഒക്കെ ഉണ്ടാവില്ല തമിഴ് ഫിലിമിൽ, അതുപോലത്തെ ഒരു ക്യാരക്ടറാ. ശരി, അങ്ങനൊന്നും ഇല്ല. പക്ഷേ ഇപ്പൊ നിങ്ങളെ മറ്റുള്ളവർക്ക് ബ്രദറും തങ്കച്ചിക്ക് ആണെങ്കിലും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ലവ് മാരേജ് ആയിരുന്നു. ആ ഒരു ലവ് സ്റ്റോറി നമ്മള് ഫസ്റ്റ് പാർട്ട് നമ്മള് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, വേണമെങ്കിൽ ഇവിടെ ലിങ്ക് കൊടുക്കാം. അത് കൊടുത്തോ? പക്ഷെ നമുക്കൊന്ന് ഷോർട്ടാക്കി ഒരു ട്രailer പോലെ അല്ല ഫസിക്കാക്കെ പറയാതല്ലേ. ലേഡീസ് ഫസ്റ്റ്, ഞാൻ ചോദിക്കാം എവിടെ ആദ്യം കണ്ടു? സെക്കൻഡ് പാർട്ട് ഫസ്റ്റ് പാർട്ട് പറയാലോ. പറഞ്ഞോടി. അതായത് സംഭവം എന്താ വെച്ചാല് എനിക്ക് ഞാനിങ്ങനെ ഒരു എന്റെ മോനെ തെറി വിളി കൂടിട്ടോ, ഓവർ എക്സ്പെക്ടേഷൻ തരാണ്. ഓക്കെ എന്നാ ഹിബ പറഞ്ഞോ, അതല്ലേ തെറി ഞാൻ കേക്കട്ടെ. നിങ്ങൾ തീരുമാനിക്കാൻ പോയിട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞ എന്തെങ്കിലും മണ്ടത്തരായി പോകും. അതാണ് വേണ്ടിയത്. ഞാൻ കോളേജിൽ പഠിക്കാണ്. അപ്പൊ ഫസ്കാക്ക അങ്ങനെ അവിടേക്ക് ഒരു കാല് പൊട്ടിയ ഒരാളായിട്ട് വരികയാണ്. അങ്ങനെ അതായത് ഞാൻ ഫുട്ബോൾ വെച്ചിട്ട് എനിക്ക് പെണ്ണിട്ടിയെ, അല്ലെങ്കിൽ എനിക്ക് പെണ്ണ് കിട്ടിണ്ടാവില്ല ഇപ്പൊ ചെലപ്പോ അല്ലേ ഹിബ? അല്ല എന്റെ സ്വഭാവം വെച്ച് കിട്ടും, എന്നാലും ഹിബന്റെ പോലത്തെ ഒരു ക്യൂട്ടായിട്ടുള്ള ജനീലിനെ പോലത്തെ ഒരു കുട്ടീനെ കിട്ടൂലായിരുന്നു. പോയത്. അങ്ങനെ ഫസ്കാക്ക അവിടെ വന്നു. അൺഫോർച്ചുനേറ്റ്ലി ഞാൻ കണ്ടു. പക്ഷേ കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്ക്. അല്ലേ അവിടെ നമ്മള് കണ്ടു. പഠിക്കാൻ വന്നതാണോ? അല്ല, അതായത് ഞാനേ ഫുട്ബോൾ കളിച്ചിട്ട് എന്റെ കാല് പൊട്ടി. ഓക്കെ, അപ്പൊ ഇവര് ഫിസിയോതെറാപ്പിസ്റ്റ് കോളേജാ, എല്ലാ കോഴ്സും ഉണ്ട് അവിടെ. ഇവള് ഫിസിയോ പഠിക്കുന്നത്. അവിടുത്തെ കോഴ്സിന്റെ ഡീറ്റെയിൽസ്. ഓ അങ്ങനെ, ഞാൻ പെട്ടെന്ന് കോളേജ് പ്രൊമോഷനെ വിചാരിച്ചു, സോറി. അപ്പൊ അവള് ഫിസിയോ ആണ് എടുക്കുന്നത്. അപ്പൊ അവിടെ ഇവർക്കൊരു സംഭവം ഉണ്ട്, ഇവര് പരീക്ഷിക്കല് നമ്മളെ പേഷ്യന്റിന്റെ കാലുമല്ല അവര് പഠിക്കുക. അപ്പൊ എന്റെ വീട്ടിന്റെ അടുത്ത കോളേജ്, ഫീസ് 7 ദിവസമൊക്കെ ഓടും. അപ്പൊ പിന്നെ ഫീസ് കുറവാ, അപ്പൊ നമ്മളൊക്കെ പോവല്ലോ. അങ്ങനെ പോയിട്ട് എന്റെ കാല് റെഡിയാക്കി തന്ന ആളാ.
ഒരു ഫിസിയോ പ്രണയം. അതെ. കാല് റെഡിയാക്കി ലാസ്റ്റ് ലൈഫ് കാലിപ്പോഴും റെഡി ആയിട്ടില്ല. ലൈഫ് കല്യാണം റെഡിയായി, പക്ഷെ കാലിപ്പോഴും ചെറിയ സ്ക്രൂ ഊരാണ്ട് അതിന്റെ ഉള്ളിൽ. ഇപ്പോഴും ഞാൻ സ്ക്രൂ ഉണ്ട് അതിന്റെ ഉള്ളിൽ. ആണോ? ഞാൻ ഊരിയിട്ടില്ല എപ്പോഴും. ഭാഗ്യാണ്. അല്ല, അതെ അതെ, ആ സ്ക്രൂ ഉണ്ടായതിനെ കൊണ്ട് എനിക്ക് ഹിബന കിട്ടിയത്. അതിനെ കൊണ്ട് ഞാൻ വരുന്നില്ല. അതിനെ കൊണ്ടൊന്നും എനിക്ക് പേടിയാ. ഹോസ്പിറ്റലിലെ സൂചിയൊക്കെ കണ്ടിട്ട് ഭയങ്കര വേദനിപ്പിക്കല. അതിനെ കൊണ്ട് ഞാൻ പിന്നെ പോയിട്ടില്ല. അപ്പൊ അത് കുഴപ്പമില്ല അങ്ങനെ വെച്ചോണ്ടിരുന്നു. ടൈറ്റാനിയം സ്ക്രൂ ഊരാൻ പറഞ്ഞതാണ് ഡോക്ടർ. ഫസിക്കാക്ക പറഞ്ഞ് ടൈറ്റാനിയത്തിന് വില കൂടിക്കൊണ്ടേ നിക്കുള്ളൂ. നമ്മളെ കാല് പൊട്ടി തെറിച്ചാലും ടൈറ്റാനിയം അതുപോലെ ഉണ്ടാവും. അതുകൊണ്ട് ടൈറ്റാനിയത്തിനൊന്നും വരില്ല. അത് അങ്ങനത്തെ ഒരു സംഭവമാണ്. ഇപ്പൊ നമ്മള് കത്തിക്കരിഞ്ഞ് ബോഡി കത്തിക്കരിഞ്ഞാലും ടൈറ്റാനിയം അവിടെ തന്നെ ഉണ്ടാവും. ഒരു ഫിലിമിൽ അങ്ങനെ ഉണ്ട്, ക്ലൈമാക്സിൽ. ശരി, നമ്മള് ലവ് സ്റ്റോറി ആണ് ചോദിച്ചത്. സോറി, ഞാൻ ക്രൈമിലേക്ക് പോയി. ഓക്കെ, അങ്ങനെ കണ്ടു, കാല് ശരിയാക്കാൻ വന്ന് കണ്ടു. പിന്നെ വർത്താനം പറയാ അവിടുന്ന് എന്താ ആദ്യമായിട്ട് കൺവിൻസിങ് മറ്റേ റീല് ആരായിരുന്നു കൺവിൻസ് ചെയ്ത്? അല്ല, അപ്പൊ ഫസിക്കാക്ക പറഞ്ഞു എനിക്ക് ചാടായിരുന്നു. ഞാൻ പിന്നെ ഒരു ഫിസിയോതെറാപ്പി അപ്പൊ നമ്മൾ അതിനനുസരിച്ചല്ലേ വെക്കോളൂ. അപ്പൊ എനിക്ക് ചാടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. പിന്നെ എനിക്ക് കുറച്ച് കഴിഞ്ഞതിന് ശേഷം കാല് റെഡി ആയണോ ഇല്ലേ എന്നൊക്കെ ഒരു ഡൗട്ട്. അപ്പൊ ഞാൻ വെറുതെ ഇങ്ങനെ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ കണ്ടപ്പോ റിക്വസ്റ്റ് ആരാ ഞാൻ അയച്ചത്. ഞാനാണ് തോന്നുന്നത് അയച്ചത്. അന്ന് ഞാൻ ഭയങ്കര ലുക്ക് ആണല്ലോ, ലുക്കൊക്കെ പോയത്. കാല് റെഡി ആയോ? അപ്പൊ ആന്നൊക്കെ പറയും. രക്ഷപ്പെട്ടു, ഒന്നും പറ്റിയിട്ടില്ലല്ലോ. അങ്ങനെ ആദ്യമായിട്ടാണോ റെഡിയാക്കുന്നത്? അല്ല, ഞാൻ പീഡിയാട്രിക് കേസാണ് പൊതുവെ എടുക്കല്. അതോ കുട്ടികളെ പറ്റിക്കാലോ. അല്ല, ഞാൻ ഈ സ്ക്രൂവിന്റെ കേസുകളൊന്നും എടുക്കാറില്ല. ഒരു സ്ക്രൂ പോയ ആൾക്കാർക്ക് അങ്ങനെ എടുക്കാൻ പാടില്ല. അതാ പരീക്ഷണം, ഡാർവിന്റെ പരീക്ഷണ പരിണാമം. ഞാനൊന്നല്ല ഫുള്ള് ചെയ്ത്, വേറെ ആൾക്കാരൊക്കെ ചെയ്ത്. ശരി, പക്ഷെ എനിക്ക് ഇഷ്ടമുള്ളവട് മാത്രമേ, ബാക്കി ആണുങ്ങളാ ചെയ്തേ. മെസ്സേജ് പിന്നെ നമുക്ക് എനിക്കറിയില്ല. അന്ന് ഞാൻ കുറച്ച് ഡിപ്രസ്ഡ് ആയിരുന്നു, കാലൊക്കെ പൊട്ടിയിട്ട് എല്ലാരും ഫുട്ബോളൊക്കെ കളിച്ച് കിടക്കുമ്പോ. സഹതാപല്ല, കുറച്ച് സ്നേഹം കിട്ടിയപ്പോ അങ്ങോട്ടേക്ക് പോകുന്നത് ചാഞ്ഞു. സ്നേഹം കിട്ടുന്ന സ്നേഹം കൊണ്ടാൽ ഏതേതും പൂച്ചയും. കല്യാണം കഴിക്കാന്നുള്ള ഡിസിഷൻ ആരാ? അതാരെങ്കിലും മുൻകൈ എടുക്കണ്ടേ? ഇവൾക്ക് വേഗം കല്യാണം കഴിക്കണം. ഇനി കൈവിട്ട് അല്ല, ഞാൻ ചെറിയ പയ്യനാ. ഇവള് അത്യാവശ്യം വയസ്സുണ്ടല്ലോ. അല്ല, ഈ റീജിയനിലൊക്കെ അത്യാവശ്യം ചെറിയ വയസ്സിൽ കിട്ടുമല്ലോ. അപ്പൊ ഇവള് അന്നേ കോളേജിൽ 4th ഇയറാ. അപ്പൊ ഞാൻ പിന്നെ ചെറിയ പയ്യനായതിനെ കൊണ്ട് ഇവൾക്ക് വേഗം കെട്ടണം തന്നെ. എന്റെ കൂടെ പഠിച്ച എപ്പോഴും പെൺകുട്ടികളൊന്നും കെട്ടിയിട്ടില്ല. അപ്പോലോ ഞാൻ ഓരെ പോയി കെട്ടണം. ജീവിതം കൊടുക്കാതെ അങ്ങനെ കല്യാണം കഴിച്ചു. ഒരു കാലൊടിഞ്ഞതുകൊണ്ട് കല്യാണം കഴിഞ്ഞു. അല്ലെങ്കിൽ കോഴിക്കോടൊക്കെയാണ് ഇമ്മ അവിടെ പെണ്ണിനെ ഇങ്ങനെ തപ്പി നടക്കല്ലേ. എത്ര വീട്ടിൽ കേറിയിട്ട് ഫസിക്കാക്കല്ലേ അടി കൊടുക്കാൻ. എനിക്ക് കല്യാണം തപ്പിട്ടില്ല. അല്ല, അവിടെ ആണെങ്കിൽ ഫസ്കാക്ക് തപ്പിട്ടേ പറഞ്ഞ. എനിക്ക് ഒരു പെണ്ണ് കാണാനുള്ള ഭാഗ്യം പോലും ഉണ്ടായിട്ടില്ല. ഇല്ല അല്ലേ? ലാസ്റ്റ് ആണോന്ന് അറിയില്ല. ലാസ്റ്റ് എനിക്ക് മതിയായി. ഇതോടെ മതിയായി. ഇതിന് വലുത് താങ്ങാൻ വയ്യ. ഓക്കെ, നമ്മളെ ഇപ്പൊ കാണുമ്പോ ഒരു ഇഷ്ടം തോന്നുമല്ലോ നമുക്ക്. അതിനുശേഷമാണല്ലോ നമ്മള് സംസാരിച്ച് വൈബൊക്കെ സെറ്റ് ചെയ്ത് ആ ഒരു ഇഷ്ടം തോന്നേ. അപ്പൊ കാണുമ്പോ ഇഷ്ടം തോന്നിയത് എന്തായിരുന്നു ആ റീസൺ? കാണുമ്പോ ഇവൾ ഇതുപോലെയല്ല, കുറച്ചുകൂടി ക്യൂട്ടാ. സത്യമായിട്ട് ഇപ്പൊ ഇവൾക്ക് ലേശൊരു തള്ള വൈബ്, ഒരല്പം. പക്ഷെ പണ്ട് കുറച്ചുകൂടി നല്ലൊരു അങ്ങനെ ഒരു ഒതുങ്ങിയൊരു ഫേസ് ഒക്കെ ആയിരുന്നു. ഇപ്പൊ ഞമ്മക്ക് രണ്ടാൾക്ക് സെയിം ആണ്. ഫസ്കാക്ക് ചിന്തിക്കുന്നത് ഞാൻ മനസ്സിൽ പറയും, ഫസ്കാക്ക് ഇപ്പൊ പറയും ഞാൻ എന്താ മനസ്സിൽ വിചാരിച്ച അത് ഞാൻ അത് കറക്റ്റ് ആയിട്ട് പറയും. അതിനെ കൂടി വേണ്ടാതൊന്നും വിചാരിക്കാറില്ല. കണ്ടുപിടിക്കും. പുറത്തേക്ക് ഇറങ്ങുമ്പോ ഒന്നും വിചാരിക്കാറില്ല, ആരെങ്കിലും നടന്നു. പക്ഷേ ജോക്സ് അപ്പാർട്ട്, എങ്ങനെയുണ്ട് മാരേജ് ലൈഫ് ഒക്കെ? കുഴപ്പമില്ല. കുട്ടി വന്നതിന് ശേഷം രസം. നമ്മള് കുറച്ച്, അതായത് നമുക്ക് പണ്ടത്തെ
വലിയ ഫണ്ണും സംഭവങ്ങളൊന്നും നല്ല ഇമോഷണലി നല്ല കണക്റ്റഡ്. ഇപ്പൊ രാവിലെ ഒക്കെ എണീക്കുമ്പോ കുട്ടിയൊക്കെ അങ്ങനെ ചിരിക്കുന്ന കാണുമ്പോ എനിക്ക് ഭയങ്കര ഒരു ഫീലിങ്സ് ഒക്കെ വരും. അങ്ങനെയാണ്. എനിക്ക് നല്ല രസം, സമയം ഇങ്ങനെ പോണ അറിയില്ല. പിന്നെ സമയം ഭയങ്കര പോക്കാട്ടോ, പരിപാടികളൊന്നും അങ്ങനെ ഓവർ നടക്കൂല. സമയം നല്ല പോക്കാ, പെട്ടെന്ന് പോകും. ഹിബ നന്നായിട്ട് പാട്ട് പാടും, അഭിനയിക്കും, മറ്റേ മേലെ വേണോ താഴെ വേണോ ഹിന്ദി വേണോ സകലകലാ വല്ലഭയാണ്. ഹിബ നല്ല പാട്ടൊക്കെ പാടും. ഹിബയുടെ ഒരു പാട്ട് ഞാൻ പാടില്ല, ഇല്ല ഞാനില്ല, ഇവള് നല്ലതായി പാടും. സൂര്യന്റെ പാട്ടാണ്. സൂര്യന്റെ ഭാര്യയെ ഹിബയുടെ പാട്ട് കഴിഞ്ഞ് ഫസിക്കയുടെ അല്ല ഞാനില്ല, ഇവള് നന്നായിട്ട് പാടും. പാടിക്കൂടി, നല്ല പാട്ടൊക്കെ പാടും. ആദ്യമായിട്ട് ഇവള് ത്രീത്തെ പാട്ട്, ത്രീയില് ധനുഷിന്റെ പാടൂല. എന്നാ വേറെ ഇതിൽ പാടിക്കും. ഞാൻ ആർക്ക് പാടിക്കൊടുക്കുന്ന പാട്ട് പാടി, ഞാൻ അവളെ ഉറക്കണ പാട്ടാ. എന്നാ എല്ലാരും ഉറങ്ങണം കേട്ടോ, അപ്പളേ വിജയാവുള്ളൂ പാട്ട്. ഓക്കെ, അപ്പൊ എല്ലാരും ഉറങ്ങി സഹകരിക്കും. എനിക്ക് കുറവാണ്. അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ലാത്തല്ലേ. കൊച്ചില്ലല്ലോ. ഓക്കെ, കൊച്ചി ഞാനായിട്ട് കിടക്കാം. അടിക്കോ രാസാത്തി ഒന്നെ കാണാതെ നെഞ്ച് കാത്താടി പോനാരുത്, ഒഴുതാക പോച്ച് വിളക്കേകിയാച്ച് പൊന്മാനെ ഒന്നെ തേടുറേ. രാസാത്തി ഒന്നെ കാണാതെ നെഞ്ച് കാത്താടി പോനാരുത്, കണ്ണക്കൊരു വണ്ണക്കിളി കാതുക്കൊരു ഗാനക്കുയിൽ നെഞ്ചുക്കൊരു വഞ്ചിക്കൊടി നീതാനമ്മ, തത്തിത്തമിഴും തങ്കച്ചിമിഴേ പൊങ്കിപ്പെരുതും സംഘത്തമിഴേ, മുത്തമ്പര നിത്തമ്പര നക്ഷത്തിരം யாரோடு இங்கே எனக்கு என்ன பேச்சு, நீதானே கண்ணே நான் வாங்க மூச்சு, வாழ்ந்தாக வேண்டும் வா வா கண்ணே. അടിപൊളി സൂപ്പർ. അപ്പൊ അടുത്തതായിട്ട് നമുക്ക് വേണ്ടി പാട്ട് പാടാൻ പോകുന്നത് ഫസികാക്കയാണ്. ഞാൻ പ്രിപ്പയർ ആയിട്ട് പ്ലീസ്. ഫസികാക്കന്റെ ഊറ തെറിച്ചിട്ട് ഉലകം സോങ് അല്ലേ? അതെ വിടേണ്ടി വരും. ഓക്കെ ഞാൻ അതിന്റെ ഇടയുള്ള ഒരു ഇത് പാടാം. എന്തായാലും പറയാം നമ്മള് അനുപല്ലവി. ഓക്കെ, ഇത് പാട്ട് അറിയാം, പാടല്ലേ? ഏത് വந்த வாசம் எல்லாம் வெளிவேசம், காசு பணம் வந்தா நேசம் சில மாசம், சிந்தினேன் ரத்தம் சிந்தினேன் அது எல்லாம் விழுந்தானோ, வேப்பிலை கறிவேப்பிலை அது யாரோ நான் தானோ, என் வீட்டு கண்ணுக்குட்டி என்னோட மல்லுக்கட்டி என் மாറിൽ മുത്തുതടി കൺമണി എൻ കൺമണി, തീപ്പെട്ട കായത്തിലെ തേൾ വന്ന് കൊത്തുടടി കൺമണി, ഊരത്തെരിഞ്ചിക്കിട്ടേൻ ഉലകം പുരിഞ്ചിക്കിട്ടേൻ കൺമണി ഏൻ കൺമണി, ஞானம் பிறந்திருச்சு നാളും പുരിഞ്ചിടിച്ച് കൺമണി ഏൻ കൺമണി. ഞങ്ങളിപ്പോ പാടിച്ചില്ലായിരുന്നെങ്കിൽ ഇത്ര നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഞങ്ങൾക്ക് മിസ് ആയത്. അതെ അക്കൗണ്ടിലേക്ക് പൈസ കൊടുക്കണം. ഓക്കെ, ടോപ്പാക്കി അക്കൗണ്ട് നമ്പർ വാങ്ങിക്കോ, ബില്ല് തന്നാ മതി. പക്ഷെ ഇല്ല, സൂപ്പറായിട്ട് പാടിട്ടോ, അടിപൊളി. പാട്ടുകാരാണ് ഭാര്യയും ഭർത്താവൊക്കെ, ആക്ടേഴ്സ് ആണ്. പിന്നെ എന്തൊക്കെ കഴിവുണ്ട് നിങ്ങൾക്ക്? ഫസികാക്ക നന്നായിട്ട് ഡാൻസ് കളിക്കും, നല്ല വാക് സാമർത്ഥ്യം ഉണ്ട് ഫസികാക്കക്ക്. ഫസികാക്കന്റെ പേരിന്റെ മീനിങ് വാചാൽ എന്നാണ്. വാചക കസർത്ത് വെച്ചിട്ട് നമ്മളെ തോൽപ്പിച്ചിരിക്കും, ഒരു അടി പിന്നോട്ട് വെക്കൂല. ഞാൻ പറഞ്ഞതാണ് ശരി എന്ന് പറഞ്ഞിട്ട് അതിന് ഉറച്ചു നിൽക്കും. പക്ഷെ ഉറച്ചു നിൽക്കും, അത് എവിടെ ഉറച്ചു നിൽക്കണം എന്ന് ഇവള് തീരുമാനിക്കും. ഇവിടെ ഉറച്ചു നിൽക്ക്, അപ്പൊ അവിടെ ഉറച്ചു നിൽക്കും. വെറുതെ പറയാ, അതാണ് വാചാൽ. അടിപൊളി. പിന്നെ വരയ്ക്കും, അത് പറഞ്ഞു ഇവനെ വരച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ പണ്ട്.
എന്റെ വരയിലാണ് ഞാൻ പണ്ടത്തെ രാജാരവി ഇതായിരുന്നു. രാജരവി രാജാരവി വർമ്മ പറയണ്ട, രാജാരവി അത്രേ ഉള്ളു. വർമ്മ അതിന് വലിയ ആളായി പോയി. രവി വരാണെങ്കിൽ കുഴപ്പമില്ല, അവിടെ വെച്ച് നിർത്തിയാൽ മതി, ചെറിയൊരാള്. ഓക്കെ, അത് അയച്ചു കൊടുത്തു നമ്മൾക്ക്. ആ ഫോട്ടോ വേണമെങ്കിൽ അയച്ചു കൊടുത്താൽ മതി, കാണിച്ചു കൊടുക്കണം. ഒന്ന് വാട്സപ്പ് ഇവിടെ കൊടുക്കാം, ഇവിടെ കൊടുക്കാം. ആ ഫോട്ടോ എന്നാ പിന്നെ വേണ്ട, പിന്നെ അയച്ചു കൊടുത്താൽ മതി. നല്ലതാണല്ലേ. അല്ലല്ല, എവിടെയാ ഉള്ളത്? അവിടെ ഉണ്ട്. കാണിച്ചു തരണോ? ലാസ്റ്റ് കാണിച്ചു. ഞങ്ങൾ ഇവിടെ ആഡ് ചെയ്തോളാം. കാര്യമായിട്ട് പറഞ്ഞു. ആണല്ലേ. പക്ഷെ ഇങ്ങനെ നോക്കുമ്പോൾ എനിക്ക് വേറൊരാളുടെ കട്ടും കൂടെ ഫീൽ ചെയ്യുന്നു. എന്താ കരുമാടിക്കുട്ടൽ നന്ദിനിക്കുട്ടി. അപ്പൊ ഞാൻ കരുമാടിക്കുട്ടൻ. നന്ദിനിക്കുട്ടിയോ നന്ദിനിക്കുട്ടിയെ അറിയില്ല. പക്ഷെ എനിക്ക് നന്ദിനെ അറിയില്ല. അറിയില്ല, ഓർമ്മ ഉണ്ടായില്ല. ഒന്നുകൂടി കണ്ടാ ഓർമ്മ വരും. ഓക്കെ, നമ്മള് ഹിബക്ക് ഒരു എക്സ്പ്രഷൻ കിങ്ങിന്റെ എക്സ്പ്രഷൻ ക്യൂന്ന് ഞങ്ങൾ ഒരു ടാസ്ക് തരാം. എക്സ്പ്രഷൻ ചാലഞ്ച് ആണ്. ഞാൻ കുറച്ച് ഭയങ്കര റെഡിയാണ് ആള്. ഞാൻ പറയാം എക്സ്പ്രഷൻ, അത് കാണിക്കണം. ഓക്കെ, ശൃംഗാരം. ശൃംഗാരം അല്ലേ? എനിക്കറിയില്ല. ശൃംഗാരം കാണിച്ചു. കരുണം. അതെ, അതാണ് കരുണം. ഇതാണ് കാരണം. അതന്നെ മോളത്തല്ലേ? അതന്നെ. ഓക്കെ, വീരം. ഇതാണ് എപ്പോഴും ഉണ്ടാവല് അധികം. സ്ഥായിഭാവം ഇതാണോ? ഇതാണ് അധികം. സ്ഥായിഭാവം. രൗദ്രം. ഇത് ഫസീനോട് മാത്രം കാണിക്കുന്നില്ലേ? എക്സ്ക്ലൂസീവ്ലി. ഹാസ്യം. എനിക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ. വയ്യാണ്ടായോ? ഭയാനകം. ഇനി ഹിബ തന്നെ കണ്ടുപിടിച്ച 3 ഭാവങ്ങൾ പേരിടണം. ഇത് എന്താ ഭർത്താവിന് എന്തെങ്കിലും ആക്കണ 3 എക്സ്പ്രഷൻ പറഞ്ഞോട്. കാറ്റക്കാകളുടെ മുറ്റം. ഞാൻ പണ്ട് സ്കൂളിലൊക്കെ ഇട്ടിട്ട് കുട്ടികളൊക്കെ ഭയങ്കര ചിരിയായിരുന്നു. പിന്നെ ബസ്സിക്കാർക്ക് അതൊന്നും നോക്കാത്തോണ്ടാ ഞാൻ കാണിച്ചു രാത്രി. ഇത് കണ്ടിട്ട് കുട്ടികൾ ചിരിച്ചു എപ്പോൾ എക്സ്പ്രഷൻ കണ്ടിട്ട് ഞാൻ അങ്ങനെ വലുത് കാണിക്കും. ഓൾക്ക് ഇതൊക്കെ ഭയങ്കര അത്ഭുതമായിരുന്നു. ഈ എക്സ്പ്രഷൻസോ ഇങ്ങനെ കാണിക്കണം. ആർക്കും ഇങ്ങനെ ചുണ്ടൊന്നും ഇങ്ങനെ ആക്കാൻ കഴിയില്ല തോന്നുന്നു. ഒന്ന് ട്രൈ ചെയ്യൂ. ശരി, നല്ല ഹരം തന്നെ അല്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ കൊണ്ടേക്കോട്ടെ. അങ്ങനെ എക്സ്പ്രഷൻസ് ഒന്നും ഇല്ല. ഇത് അത് മാത്രം. അതിങ്ങനെ ആലോചിക്കുന്ന എക്സ്പ്രഷൻ എന്തായിരിക്കും ചെയ്യാൻ. ഓക്കെ, അപ്പം എന്താണ് നമ്മൾ വൈൻഡപ്പിലേക്ക് പോവാണ്. അതിന് മുന്നേ നമ്മൾക്ക് ഇനി യാറാബേബിനൊന്ന് വിളിച്ചാലോ? വിളിക്കാം. ഓക്കെ, ഞാൻ വിളിച്ചു തരാം. ഹായ്. ഓക്കെ, അപ്പം നമ്മൾ വൈൻഡപ്പിന് മുന്നേ നമ്മുടെ യാറാ ബേബി വന്നിട്ടുണ്ട്. അപ്പൊ യാറാ ബേബിക്ക് വേണ്ടി ഇപ്പൊ ഒരു പാട്ടോട് കൂടി നമ്മൾ ഇത് വൈൻഡപ്പ് ചെയ്യാണ്. അതിന് മുന്നേ ഒരുപാട് സന്തോഷം നമുക്ക് ഇവിടെ വരാൻ പറ്റിയതിലും കാണാൻ. അതായത് ഫൈനലി കുറെ നാൾക്ക് ശേഷം ഞങ്ങൾ കണ്ടുമുട്ടി. യാറാ ബേബിയോട് കൂടി കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷം. നമുക്കും വളരെ സന്തോഷം. അപ്പൊ പാടാം. ഓക്കെ, ചിക്കു ആണോ? ചിക്കു പാടി. ராசாத்தி உன்னை காணாத நெஞ்சு காத்தாடி போனாருதே. ஒழுதாக போச்சு விளக்கேகியாச்சு பொன்மானே உன்னை தேடரே. ராசாத்தி உன்னை காணாத நெஞ்சு காத்தாடி போனாருதே. കണ്ണക്കൊരു വണ്ണക്കിളി കാതുക്കൊരു ഗാനക്കുയിൽ നെഞ്ചുക്കൊരു വഞ്ചിക്കൊടി നീതാനമ്മ. തത്തിത്തമിഴും തങ്കച്ചിമിഴേ പൊങ്കിപ്പെരുതും തങ്കത്തമിഴേ മുത്തം വര നിത്തം വര നക്ഷത്രം. ഇന്റെ പാട്ട് മുകളിൽ കേട്ടിട്ട് പോയാ മതി. ആരോടെ ഇങ്ങനെ പേച്ച് നീതാ
അടിപൊളി അടിപൊളി അടിപൊളി. അടിപൊളി. ഇഷ്ടായോ പാട്ട്? ഇഷ്ടായോ ചേച്ചി? ചേച്ചി? അപ്പൊ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഇപ്പൊ 1 മില്യണിലേക്ക് അടുത്തോണ്ടിരിക്കുകയാണ്. അതെ അതെ അതെ. ഹാപ്പിയാണോ? ഹാപ്പിയാ. എന്താ നിങ്ങളുടെ വ്യൂവേഴ്സിനോടൊക്കെ പറയണോ 1 മില്യണിലേക്ക്? എല്ലാരും വരിക, വീഡിയോ ഒക്കെ കാണുക അല്ലേ? അതെ അതെ. നമ്മുടെ പഴയ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ എവിടെയോ ഒളിഞ്ഞിരിക്കുകയാണ്, ഓലൊക്കെ ഒന്ന് തിരിച്ചു വരിക. അതൊന്നല്ല, അവർക്കൊക്കെ കുറച്ച് ബുദ്ധിയൊക്കെ വെച്ചിട്ടുണ്ടാവും. എല്ലാരും പണ്ട് നമുക്ക് നല്ല കുട്ടികളായിരുന്നു ഓഡിയൻസ്. അപ്പൊ ഒരൊക്കെ ഇപ്പൊ വലുതായി കല്യാണമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും ചിലപ്പോ. സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങി. അതെ, സ്കൂളിലല്ലേ, കോളേജിൽ പോകാൻ തുടങ്ങി. പിന്നെ എല്ലാരും ടേസ്റ്റ് മാറുമല്ലോ. അപ്പൊ ടേസ്റ്റ് ഉള്ളവര് മാത്രം വന്നാൽ മതി അല്ലേ? അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ്. എത്ര പെട്ടെന്ന് 1 മില്യൺ കാട്ടെ. അതുപോലെ അടിപൊളിയായിട്ട് പോവാ. ഈ ഒരു ക്യൂട്ട്നെസ്സും ഈ ഒരു ഇന്നസെൻസ് ഒക്കെ ഇതേപോലെ തന്നെ. ജെനിലിയ ഈ തിരിച്ചൊന്നും പറഞ്ഞില്ല. എത്ര നേരം പറഞ്ഞു നമ്മളെ ആരെങ്കിലും ഒരാളെ പോലെ ഉണ്ട് പറയും. ബ്യൂട്ടിഫുൾ ആണ്. ഭയങ്കര ഭംഗിയാ കാണാന്. കണ്ണല്ല ഭംഗിയാണ്. അക്കൗണ്ട് നമ്പർ എടുത്തോ? ആ പൈസ മൂക്കുത്തിയാണ് നല്ല ഭംഗിയുണ്ട്. ഒരു 3 നല്ല ഡിംപിൾ ഉണ്ട് എന്റെ പോലെ തന്നെ. അതെ 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 അതെ. താങ്ക് യു സോ മച്ച്. Thank you so much. Ta-da.